കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് തുടരുകയാണ്. ഇന്നലെ വന്ന വാർത്ത കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ആകെയുണ്ടായിരുന്ന ഒരു രാജ്യസഭാ സീറ്റിൽ 6 കോൺഗ്രസ് MLA മാർ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവായ അഭിഷേക് സിംഗ്വിയെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ അവിടുത്തെ പ്രതിപക്ഷമായ ബി ജെ പി കോൺഗ്രസ് സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ഭരണത്തിന്റെ കാര്യത്തിലും ഏറെക്കുറെ തീരുമാനമായി. ഒരു കാരണവും ഒരു സൂചനയും നൽകാതെയാണ് കോൺഗ്രസ് നേതാക്കളും MLA മാരും കൂറുമാറുന്നത്. രാഷ്ട്രീയ ധാർമ്മികത എന്നത് തൊട്ടു തീണ്ടാത്ത വർഗങ്ങൾ. കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെ കൂറുമാറി ബി ജെ പിയിൽ ചേരാൻ രാഷ്ട്രീയ ധാർമ്മികമായി അവകാശമുണ്ടെങ്കിൽ അത് KPCC പ്രസിഡന്റ് K സുധാകരന് മാത്രമായിരിക്കും. കാരണം മൂപ്പര് നേരത്തെ പലതവണ നാട്ടുകാരോട് പറഞ്ഞതാണ് തനിക്ക് തോന്നിയാൽ താൻ ബി ജെ പിയിൽ ചേരുമെന്ന്. ഏതായാലും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഹിമാചൽ പ്രദേശിലെ ഇക്കാര്യങ്ങളടക്കം കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ അപജയത്തെക്കുറിച്ച് നാസർ കൊളായി സഖാവ് പറഞ്ഞത് ഇങ്ങനെയാണ്. വളരെ രസകരമായ ഒരു കമൻറ്റ് കേൾക്കാനിടയായി ഇന്ന് ചാനലുകളിൽ. നിങ്ങളിൽ എത്ര പേർ കേട്ടു എന്നെനിക്കറിയില്ല. കമൻറ്റ് ഇതാണ്: മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ച കോൺഗ്രസ് MLA മാർക്ക് നന്ദി. ഈ നന്ദി പറയുന്നത് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് അഭിഷേക് സിംഗ്വിയാണ്. പേരുകേട്ട സുപ്രീം കോടതി വക്കീൽ കൂടിയാണ് അദ്ദേഹം. കോൺഗ്രസിൻ്റെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ബുദ്ധിജീവികളിൽ ഒരാൾ, തലമുതിർന്ന നേതാവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇത് പറയാനുള്ള കാരണം, ഇന്ന് അദ്ദേഹം രാജ്യസഭയിലേക്ക് മത്സരിച്ചു ഹിമാചൽ പ്രദേശിൽ നിന്ന്. ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് ഹിമാചൽ. അവിടെ വിജയം ഉറപ്പായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവിടെ കോൺഗ്രസിന് 40 MLA മാരുണ്ട്. 34 വോട്ട് കിട്ടിയാൽ സുഖമായി ജയിക്കാം. അതുകൊണ്ട് അഭിഷേക് സിംഗ്വിയുടെ വിജയത്തെക്കുറിച്ച് ആർക്കും ഒരു സംശയം കൂടി ഉണ്ടായിരുന്നില്ല. പക്ഷേ നേരം വെളുത്തപ്പോൾ എന്ത് സംഭവിച്ചു? സിംഗ്വി തന്നെ പറയാണ്, ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഭക്ഷണം കഴിഞ്ഞ് സെൽഫി എടുത്ത് പിരിഞ്ഞവർ നേരം വെളുത്തപ്പോഴേക്കും അവർ BJP ആയി. കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് പറയുന്ന സങ്കടമാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ തനിക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്തവർ ഇന്ന് BJPക്കൊപ്പം ചേർന്നത് അത്യന്തം ദൗർഭാഗ്യകരമെന്ന് അഭിഷേക് സിംഗ്വി പ്രതികരിച്ചു. ഇന്നലെ രാത്രി ഈ കോൺഗ്രസിൻ്റെ 6 MLA മാർ 6 പേരാണ് അവിടെ കൂറുമാറി BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് അർഷദ് മഹാജൻ എന്ന് പറയുന്ന BJPയുടെ ആളെ രാജ്യസഭയിൽ എത്തിച്ചിട്ടുള്ളത്. പാർലമെന്റിൽ നിർണായകമായി കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാകേണ്ടുന്ന സമയത്ത് കോൺഗ്രസ് ഭരിക്കുന്ന ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനത്തുള്ള MLA മാരുടെ സ്ഥിതി ഇതാണ്. ആ കോൺഗ്രസ്സാണ് ഇന്ത്യയിൽ BJPയെ തോൽപ്പിക്കാൻ, കേരളത്തിൽ വന്നിട്ട് പറയാണ് BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് കോൺഗ്രസിനെ കഴിയൂ, ഇടതുപക്ഷത്തിനൊക്കെ എന്ത് സാധിക്കും എന്നാണ് ഇവരിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലൊക്കെ വന്ന് പ്രസംഗിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇന്ന് കേട്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ജാർഖണ്ഡിലെ കോൺഗ്രസിന് ഏക MP ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഗീതാ കോട. അവർ ഇന്നലെ രാജിവെച്ച് BJP ചേർന്നു. മഹാരാഷ്ട്രയിലെ മുൻ PCC പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന ബസവരാജ് പാട്ടീൽ, അദ്ദേഹം ഇന്നലെ രാജിവെച്ചു, കോൺഗ്രസ് ചേർന്നു. 2-3 ദിവസം മുമ്പ് നമ്മൾ മറ്റൊരു വാർത്ത കേട്ടു. തമിഴ്നാട്ടിലെ കോൺഗ്രസ് MLA വിജയധരണി, നല്ല പേരാണ്, വിജയധരണി S, രാജിവെച്ച് BJP ചേർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് DMK നേതാവിനോട്, സ്റ്റാലിനോട് കൂടുതൽ സീറ്റ് കോൺഗ്രസ് ചോദിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു ഒരു ചോദ്യം കോൺഗ്രസ്സുകാരോട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് MLA മാരായി നമ്മൾ വിജയിപ്പിച്ചാൽ നിങ്ങൾ കൂറുമാറില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? കാരണം DMKയുടെ പിന്തുണയോടുകൂടി അല്ലാതെ തമിഴ്നാട്ടിലൊന്നും കോൺഗ്രസ് നിലം തൊടില്ലല്ലോ. അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പോലും ജയിച്ചത് DMKയുടെ പിന്തുണയോട് കൂടിയാണ്. അവിടെ കോൺഗ്രസിൻ്റെ MLA മാരെ കൂടുതൽ ജയിപ്പിച്ചാൽ അത് തനിക്ക് തന്നെ അബദ്ധമാകും എന്ന് മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ടാണ് സ്റ്റാലിൻ ഒരു പ്രത്യേക എണ്ണത്തിൽ കോൺഗ്രസിനെ നിർത്തിയത്. അവരിനി കൂറുമാറിപ്പോയാലും വലിയ പ്രശ്നമില്ല എന്നുള്ള രൂപത്തിലാണ്. മാത്രമല്ല, നമ്മൾ കേരളത്തിൽ ഇപ്പോൾ NK പ്രേമചന്ദ്രൻ മെനിയാന്നൊരു ഉദ്ഘാടനത്തിന് ഓൺലൈനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. എന്താ പ്രേമചന്ദ്രൻ്റെ ഡയലോഗ്? നരേന്ദ്രമോദി ഒന്നിന് തുടക്കമിട്ടാൽ, ഒരു വികസനത്തിന് തുടക്കമിട്ടാൽ അത് അവസാനിക്കില്ല, അത് തീർക്കും എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ച NK പ്രേമചന്ദ്രനാണ് ഇവിടെ UDFന്റെ വലിയ സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ BJPക്കെതിരെ പൊരുതാൻ പോകുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം, പൂർത്തീകരണം എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്, കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല. അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പ്രോജക്റ്റുകൾ കൃത്യമായി വിശദമായിട്ടുള്ള ഓരോ മാസവും അതിന്റെ റിവ്യൂ നടക്കും, മോണിറ്ററിംഗ് നടക്കും. സാങ്കേതിക തടസ്സങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കും. അതുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായും
നമ്മെ സംബന്ധിച്ച് വളരെ വളരെ അനുഗ്രഹീതമാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു. കണ്ടല്ലോ, ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദി വിളിച്ച ഒരു വിരുന്നിന് ഓടിച്ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ച് അതെനിക്ക് വല്ലാത്തൊരു ഉൾപ്പുളകമുണ്ടാക്കിയ ഒരു സംഭവമായി എന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ, ആ പ്രേമചന്ദ്രനെ ന്യായീകരിക്കുകയായിരുന്നു ആര്? വി ഡി സതീശനും സുധാകരനൊക്കെ. സുധാകരന് മനസ്സിലായില്ല, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. അഡ്വാൻസ് ടിക്കറ്റ് എടുത്ത് വെച്ച് നിൽക്കുന്ന മനുഷ്യനെ അയാളാ പറഞ്ഞത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ്? പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത BSPയുടെ MLA, BSPയുടെ MP BJPയിലേക്ക് ഊറുമാറി. BJPക്കാരല്ലാത്ത മറ്റ് MP മാരെ പ്രധാനമന്ത്രി വിളിച്ചത് എന്തുദ്ദേശത്തിനായിരുന്നു അത് സാധിച്ചു തുടങ്ങി എന്നർത്ഥം. അതായത് ഭക്ഷണത്തിന് വിളിച്ച BSPയുടെ ഒരു MP BJP ആയി. അതുകൊണ്ട് കൊല്ലത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ BJPക്കെതിരെയുള്ള പോരാട്ടത്തിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ, നരേന്ദ്രമോദിയെയും RSSനെയും അധികാരത്തിൽ നിന്ന് തൂത്തെറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ NK പ്രേമചന്ദ്രന് വോട്ട് ചെയ്യേണ്ട. അദ്ദേഹം നേരെ BJPയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മാത്രമല്ല, കേരളത്തിലെ ഒരു കോൺഗ്രസ് MP മാർക്കും നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് കാര്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. നിലവിലെ MP ആയ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ RSSന്റെ ശാഖക്ക് കാവൽ നിന്നവരാണ്, കമ്മ്യൂണിസ്റ്റുകാർ ആക്രമിക്കുമെന്ന് കരുതി എനിക്ക് തോന്നിയാൽ ഐ വിൽ ഗോ വിത്ത് BJP. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് സുധാകരനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ മൂപ്പർക്ക് അങ്ങ് തോന്നിയാൽ ഈ വിൽ ഗോ വിത്ത് BJPന്റെ കൂടെ പോകും. കേരളത്തിലെ ഏത് MP മാരെ കുറിച്ച് ആര് ഗ്യാരണ്ടി പറയും? കോൺഗ്രസിന്റെ ആളുകളെ അവർ ജയിച്ചാൽ BJP ആവില്ലെന്ന് ആര് ഗ്യാരണ്ടി? അതുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് മുന്നിൽ വരാൻ പോകുന്നത്. 2024 തെരഞ്ഞെടുപ്പ്. 2025 പ്രത്യേകത, 1925 രൂപീകരിച്ച RSS അന്ന് പറഞ്ഞത് 100 വർഷം കൊണ്ട് ഇന്ത്യയെ ഞങ്ങൾ ഒരു മതരാജ്യമാക്കും എന്നാണ്. അതിന് ഇനി 1 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. അതിനു വേണ്ടി കൂടിയുള്ളതാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിൽ RSS എന്ന ഫാസിസത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി വോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യരുത്. കാരണം അവർ ജയിച്ചാൽ ഇന്ത്യൻ പാർലമെന്റിൽ അവർ BJPയുടെ കൂടെ നിൽക്കും എന്നുറപ്പാണ്. എന്നാൽ ഇടതുപക്ഷം കേരളത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു സീറ്റ് വെച്ച് ബാക്കി 19 സീറ്റും LDF ജയിച്ചു. ഇന്ത്യയിൽ 64 സീറ്റിൽ LDF ജയിച്ച കാലം. അന്ന് BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിലടക്കം ബംഗാളിലടക്കം ത്രിപുരയിലടക്കം കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലെത്തിയ LDFന്റെ MP മാർ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണ്. എന്തുകൊണ്ടാണ്? BJP അധികാരത്തിൽ വരാതിരിക്കാൻ. അതിന് 18 മന്ത്രിസ്ഥാനം വെച്ച് നീട്ടിയിട്ടും അത് സ്വീകരിക്കാത്തവർ. ഒരു MP ആയിരുന്ന അഹമ്മദ് പോലും മുസ്ലിം ലീഗിന്റെ മന്ത്രിയായ കാലത്ത് BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ശക്തി പകർന്ന പാർട്ടിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷവും കോൺഗ്രസുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് RSSനെ തൂത്തെറിയാൻ, BJPയെ തൂത്തെറിയാൻ ആണ് പ്രിയപ്പെട്ടവരെ, വോട്ടർമാരെ നിങ്ങൾ വോട്ട് ചെയ്യുന്നതെങ്കിൽ അത് കോൺഗ്രസിന് കൊടുത്താൽ ഒരു ഗ്യാരണ്ടിയും ആർക്കും പറയാൻ കഴിയില്ല. ഇന്നത്തെ അനുഭവം അഭിഷേക് സിംഗ്വി, കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് പറഞ്ഞ വാചകം ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് സെൽഫി എടുത്ത് തിരിഞ്ഞ 6 MLA മാർ അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്ത് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് ജയിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് ഒന്നുകൂടി കേൾക്കുക. മനുഷ്യ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിച്ച കോൺഗ്രസ് MLA മാർക്ക് നന്ദി. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.